മരപ്പണി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് റിയൽ വുഡ് വർക്ക് ഒരുക്കുന്ന മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസി ചെയർ പണിയുന്ന ഒരു വീഡിയോയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈസി ചെയർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിട്ടായിരിക്കും ഈ ചെയറിൻ്റെ വർക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 3-4 എപ്പിസോഡായിട്ട് തന്നെയായിരിക്കും ഈ ഈസി ചെയറിൻ്റെ വർക്കും തീരുന്നത്. മുൻപ് ഞാൻ സ്റ്റൂൾ ചെയറുടെ വർക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഒരു 4 എപ്പിസോഡായിട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഈസി ചെയറിൻ്റെ വർക്ക് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തേക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ചെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ വർക്ക് തുടങ്ങാം. ഞാൻ ഈ കഷ്ണങ്ങൾ ഓരോന്നും എങ്ങനെയാണ് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് കാണിച്ചത്. ഇത് അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന ഈ കഷ്ണം, ഇത് 50 ഇഞ്ചിനാണ് ഞാനിത് വരയ്ക്കാൻ പോകുന്നത്. ഇത് പുറത്തോട് പുറം 50 ഇഞ്ചാണ് വരയ്ക്കാൻ പോകുന്നത്. അടുത്തത് ഈ 2 പീസാണ്. ഇത് ഞാൻ 46 ഇഞ്ചിനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. 46 ഇഞ്ച്. ഇത് രണ്ടാണ് നമ്മളുടെ ഈ ചെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഫ്രെയിമും ഇതുമെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതിന്റെ നീളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 46-50. ഞാൻ 50ന്റെ ആദ്യം ഞാൻ വരക്കാൻ പോണേന് ഇതിനായിട്ട് ഞാനിത് ഒരരികും ഒരു പാടും ഞാൻ നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫിനിഷ് ആയിട്ടുള്ള പാടും ഒരരികും ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അതിനോട് അനുബന്ധിച്ച് ജോഡിയായിട്ട് ഞാൻ മാർക്ക് ചെയ്യണം. നമ്മളിതിന് ജോഡിയായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. പാട് അരികു പാട്, ഇങ്ങനെ ഇതാണ് ജോഡി. ഇങ്ങനെയാണ് നമ്മൾ 2 പീസ് മാർക്ക് ചെയ്തെടുക്കുക. ഞാൻ ഇത്ര വ്യക്തമായിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു, പണി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാനിത് വീഡിയോ കാണിക്കുന്നത്. അതുകൊണ്ടിട്ട് കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഈ പുറത്തേക്ക് വരച്ചേക്കുന്ന എടുത്ത് നിന്ന് ഞാനൊരു 1.25 ഇഞ്ച് നീളത്തിൽ ഞാനിവിടുന്ന് 1.25 ഇഞ്ചിന് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.25 ഞാൻ എന്താ ഇത് വരയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിന്ന് 2 ഇഞ്ചിന് ഒരു മാർക്ക് കൂടി ചെയ്തിട്ട് അത് വരയിടണേ. 2 ഇഞ്ച്. അടുത്തത് ഞാനൊരു 380, അതായത് 3 നൂല്, 2 ഇഞ്ചിൽ നിന്ന് 3 നൂല് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വട്ടത്തിൽ ഇനി ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ പീസാണ്. നമുക്കിവിടെ ഇതിന് ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനത്തെ പീസാണ്, ഈ വീതിയുള്ളത്. അത് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇപ്പോൾ 1.25 ഇഞ്ച് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനത് ആ പീസ് തന്നെ വെച്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനത്തെ പീസാണ് ഇവിടെ അടിച്ചേറ്റ് വരുന്നത്. അതുകൊണ്ടിട്ടാണ് പീസ് വെച്ച് വരച്ചത്. എന്നാൽ ഇവിടെ ഈ ഹോളിൽ വരുന്നത്
3.5 ഇഞ്ച് വീതിയുള്ള പീസാണ് ഇവിടെ വരുന്നത്. 3.5 ഇഞ്ച് വീതി, അതായത് നമ്മുടെ ഹെഡ് റെസ്റ്റ് ആണിത്. തലഭാഗം, തല വരുന്ന വശമാണ്. അപ്പൊ ഇവിടെ വീതി കൂടിയ ഒരു പീസാണ് വരുന്നത്. അത് നമുക്ക് വർക്ക് ചെയ്ത് വരുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അത് നമുക്ക് ഇനി വർക്ക് മുന്നോട്ട് ചെയ്തു വരുമ്പോഴേക്കും മനസ്സിലാവും. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് 3.5 ഇഞ്ച് പീസ്, ഇവിടെ വരുന്നത് നമ്മൾ ഈ വരച്ച പീസ്. നമുക്ക് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് പകർത്തി കൊടുക്കാം. അപ്പോൾ 50 ഇഞ്ച് നീളമുള്ള പീസിന്റെ ഒരു വശം നമ്മൾ വരച്ച്, അതെങ്ങനെ വരയ്ക്കേണ്ടതെന്നാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് 50 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പോണേ. ഇതിന്റെ മൊത്തം ലൈൻ ആകെ നീളം ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്യാൻ പോണേ 50 ഇഞ്ച്. അതിനുവേണ്ടി ഞാനിവിടെ 1 ഇഞ്ച് വിട്ടിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനവിടെ 51 ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്യും. ഈ തല ഞാനിപ്പോ 50 ഇഞ്ചിന് മാർക്ക് ചെയ്ത് 50 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഞാനൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ 1.25 ഇഞ്ചാണ് വരച്ചേക്കുന്നത്. അടുത്തത് ഇതുപോലത്തെ പീസാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അതിന്റെ വീതി മാർക്ക് ചെയ്യാം. ഇത് പകർത്തെടുക്കാം. ഒരിക്കൽ കൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് 50 ഇഞ്ച് നീളത്തിന്റെ പീസാണ്. അതിൻ്റെ അറ്റം 1.25, ഇത് 1.25 തന്നെയാണ്. അതായത് ഈ പീസ് വരുന്നതാണ്, അത് 1.25ആണ്. പിന്നെ ഈ അറ്റം 1.25, ഇതൊരു 2 ഇഞ്ച് ഹോള്, ഇവിടെ ഒരു 380 ഒരു സ്പേസ് വിടുന്നുണ്ട്. ഇത് 1.25 ഈ പീസ് വരുന്നതാണ്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ചിന്റെ പീസാണ് വരുന്നത്. അതിങ്ങനെ റൗണ്ട് ഉണ്ടാവും. 3.5 ഇഞ്ച് പീസ് വരുന്നുണ്ട്. ഞാനിവിടെ 2 ഇഞ്ചിന്റെ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോഡിക്കിട്ട് വരക്കണമെന്ന് എങ്ങനെയാണ് നോക്കാം. ജോഡിക്ക് വരക്കാം. ജോഡിക്ക് വരയ്ക്കുന്ന മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഈ മാർക്ക് കറക്റ്റ് ആയിരിക്കണം. ഈ മാർക്ക് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് വേണം. ഉണ്ടോ? ഇവിടെ മാർക്കുണ്ട്, ഇവിടെ മാർക്കുണ്ട്, ഇവിടെ മാർക്കുണ്ട്. ഇതാണ് ജോഡി. നമുക്ക് തെന്നിപ്പോകാണ്ടിരിക്കാൻ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാമ്പിട്ടൊന്ന് മുറുകി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പകർത്തുക.
ഇപ്പം നമ്മൾ 50 ഇഞ്ചിൻ്റെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതാണ് 50 ഇഞ്ചിൻ്റെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 46ൻ്റെ നമുക്ക് ഇതാണ് നമ്മുടെ 46 ഇഞ്ചിൻ്റെ ഫ്രെയിമിൻ്റെ പീസാണിത്. ഞാൻ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അറ്റം ഞാൻ വരയ്ക്കുന്നു. അറ്റത്ത് നിന്ന് 1.25 ഇഞ്ച് മുമ്പ് വെച്ച പോലെ തന്നെ 1.25 ഇഞ്ചാണ് ഞാൻ വെക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 1.25 വെച്ചതിന് ശേഷം ഈ ഫ്രെയിമിൻ്റെ ഈ പീസിൻ്റെ കനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ അടിച്ചുകൂട്ടിൻ്റെ കനം. അതിനുശേഷമാണ് നമ്മളിവിടെ 3 നൂല് കൊടുക്കുന്നത്. 3/8 വീണ്ടും ഇതുപോലെ തന്നെ ഒരു പീസാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മുടെ ഈസി ചെയറിന്റെ സീറ്റിന്റെ ഭാഗമാണ്, നമ്മൾ ഇരിക്കുന്ന ഭാഗം ഫ്രണ്ടിൽ. ഇങ്ങനെയാണ് അത് വരയ്ക്കുന്നത്. ഇവിടെ 1.25, ഇതും 1.25 തന്നെയാണ്. അതായത് ഈ ഫ്രെയിമിന്റെ ഇതിന്റെ വീതി ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 46 ഇഞ്ച് നീളം ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 46 ഇഞ്ച് ഇതിന്റെ ടോട്ടലി നീളം ഞാൻ നേരത്തെ വെച്ച പോലെ ഇവിടുന്ന് 1 ഇഞ്ച് വിട്ട് വെച്ചിട്ട് 46 47 ഇഞ്ച് എടുക്കാൻ പോകുന്നത്. ഇവിടെ 46 ഇഞ്ചിന് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 46 മാർക്ക് ചെയ്തിട്ടും ഇവിടെയും 1.25 ഇഞ്ച് മുകളിലേക്ക് 1.25 കഷ്ണത്തിന്റെ വീതി വരും. നോക്കാണ് ഇവിടുത്തെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഹോള്. ഈ സ്പേസ് താഴ്ത്തി നിൽക്കുന്നതാണ്. ഇത്രയും കട്ട് ചെയ്ത് പോകും. ഇനി നമുക്കിത് ജോഡിയായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇതിപ്പോൾ 46ൻ്റെയും നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഫ്രെയിമിൻ്റെയും നീളം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഹോൾ ഇടേണ്ടതും ഇതിൻ്റെ കുറിയ കഷ്ണങ്ങൾ എങ്ങനെയുണ്ട് എടുക്കേണ്ടത് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
എനിക്ക് ഈ സമയം നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണമെന്ന് നമ്മളോടൊരു പാർട്ടി പറയുമ്പോൾ, ഒരു കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുക, ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആ പ്രൊഡക്റ്റ് അത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഈസി ചെയർ, അങ്ങനെ ഏതാണ് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ താല്പര്യം എന്താണ് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് എന്ത് വലിപ്പം വേണം, അതെങ്ങനെ ആയിരിക്കണമെന്നാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, നിങ്ങളുടെ താല്പര്യം എന്താണ് അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അതിന്റെ കണക്കെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വർക്ക് തീർന്നതായിട്ട്, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ അവർ പറഞ്ഞതിന് അനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് വർക്ക് തീർന്നതായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം. എന്നിട്ട് വേണം നമ്മൾ അതിനായിട്ട് മരം എടുക്കാനായിട്ട് പോയത്, അല്ലെങ്കിൽ പ്ലൈവുഡ് ആയിക്കോട്ടെ എന്താണെങ്കിലും എടുക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്നത് ആ വ്യക്തി പറഞ്ഞതിന് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുക. അതിന്റെ അളവും കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടുക, നമ്മളതെല്ലാം നോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ തടിമേലി ചെല്ലും. തടിമേലി ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ അതിന് തക്കവണ്ണമുള്ള പീസുകൾ കിട്ടാൻ തക്കവണ്ണമുള്ള ഒരു തടി നമ്മൾ അന്വേഷിക്കുക, അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റോളിമൊക്കെ കയറ്റുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ തടിയിൽ നിന്നും ഇന്ന രീതിയിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. ആ പീസ് കൊണ്ട് നമുക്ക് ഈ വ്യക്തി പറഞ്ഞ നമ്മൾ ഉണ്ടാക്കുന്ന ഫർണിച്ചറിന്റെ ഇന്ന ഭാഗങ്ങളിൽ ഈ പീസ് നമുക്ക് ഉപകരിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൽ അത് കണ്ടിട്ട് വേണം നമ്മൾ അവരെ കൊണ്ട് അത് കട്ട് ചെയ്യിപ്പിക്കാനായിട്ട്. അങ്ങനെ ഓരോ പീസും നമ്മുടെ മനസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് കണക്ക് കൂട്ടി ഇട്ടിട്ട് വേണം നമ്മൾ തടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോളിൽ കയറ്റാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. റോളിൽ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ആ കണക്കനുസരിച്ച് പീസുകൾ അവരെ കൊണ്ട് കട്ട് ചെയ്യിച്ച് എടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് അത് പ്ലെയിൻ ചെയ്ത് അത് വരച്ച് നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട ഫർണിച്ചർ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് എന്താണോ അത് നമ്മളുടെ മുന്നിൽ വർക്ക് തീർന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ആ പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ വരും. ഒരു പണിക്കാരൻ എന്ന് വെച്ചാൽ അങ്ങനെയായിരിക്കണം. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓണർ അതിന്റെ ആവശ്യക്കാരൻ പറയും നമുക്ക് ഇന്ന ആയിട്ടൊരു പ്രൊഡക്റ്റാണ് വേണ്ടത്, ഇന്ന ഉപയോഗത്തിനാണ്, ഇത്ര വലിപ്പം വേണം, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി അത് നമ്മുടെ സങ്കല്പത്തിൽ ആ പ്രൊഡക്റ്റ് വർക്ക് തീർന്നതായിരിക്കണം. നമ്മുടെ സങ്കല്പത്തിൽ ആ പ്രൊഡക്റ്റ് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് തടിയെടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ള പ്ലൈവുഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കേണ്ടത്, ഇറങ്ങേണ്ടത്. അപ്പൊ നമ്മുടെ ഒരു പണിക്കാരനെ സംബന്ധിച്ച് ആ ഓണർ പറയുന്ന പ്രൊഡക്റ്റ് അവന്റെ മനസ്സിൽ അവന്റെ സങ്കല്പത്തിൽ ആ പ്രൊഡക്റ്റ് തീർന്നിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒട്ടും വേസ്റ്റ് പോകാതെ നഷ്ടം വരാത്ത രീതിയിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറെ കഷ്ണങ്ങൾക്ക് അറുത്ത് വെക്കും, അതുകൊണ്ടിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പറ്റൂല പിന്നെ ചിന്തിച്ചൊക്കെ വരുമ്പോഴേക്കും കുറെ വേസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുമ്പോൾ അതിന്റെ അളവും അതിന്റെ വീതിയും അത് എന്തുപയോഗത്തിനാണ് എന്നുള്ളതെല്ലാം നമ്മൾ ആ ഓണറോട് ചോദിച്ച് മനസ്സിലാക്കി ആ വ്യക്തിയുടെ താല്പര്യം മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ തുടങ്ങും മുമ്പേ ആ പ്രൊഡക്റ്റിന്റെ വർക്ക് നമ്മുടെ മനസ്സിൽ വർക്ക് തീർന്നത് നമ്മുടെ മനസ്സിലായ ആ വർക്ക് തീർന്നിട്ടുണ്ടായിരിക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ തടി എടുക്കുന്നത്, പ്ലൈവുഡ് എടുക്കുന്നത്, മറ്റുള്ള എല്ലാ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എടുക്കേണ്ടത് അതിനനുസരിച്ചാണ്. അങ്ങനെ ആകുമ്പോഴേക്കും നഷ്ടം വരില്ല, വേസ്റ്റ് വരില്ല. അതുപോലെ തന്നെ വർക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഈസി ചെയറിന്റെ മറ്റുള്ള വർക്കുകളിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു.